എല്ലാവർക്കും സ്റ്റഡി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ടൂട്ടാ പഹ്യ എന്ന പാഠഭാഗത്തിലെ ചോദ്യവും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഒന്നാമത്തെ ചോദ്യം. ടൂട്ടാ പഹ്യ എന്ന പാഠഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യം. പാഠപുസ്തക കെ പ്രശ്ന और उत्तर പഠേ. 1. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. ഇൻ പങ്ക്തിയോങ്കി ആശയ പർ ചർച്ച കരേ. ഈ വരികളുടെ ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അതിൻ്റെ ആൻസർ. ഹിന്ദി കെ പ്രമുഖ കവി ധർമ്മവീർ ഭാരതി की कविता टूटा पहिया की पंक्तियां है ये. दुरूह चक्रव्यूह में अभिमन्यु फंस जाता है. अक्षौहिणी सेना उसे घेर लेती है. युद्ध क्षेत्र में निशास्त्र कटे योद्धा से लड़ना अधार्मिक माना जाता था. लेकिन यहाँ ये सभी नियम जानते हुए भी सभी महारथी एक साथ अभिमन्यु से लोहा लेते हैं. हमारे समाज की हालत भी ऐसी है. शासक वर्ग अपनी इच्छा से सभी काम करते हैं. इसके विरुद्ध आवाज उठाते शोषित जन को वे कुचल डालते हैं. शासक वर्ग अपने देश के लोगों की भलाई के लिए काम करे तो हमारी सभी समस्याओं को ഹൽ ഹോ ജായേ. ഇനി അതിൻ്റെ മലയാളം എന്താണെന്ന് നോക്കാം. പ്രസിദ്ധ ഹിന്ദി കവി ധർമ്മവീർ ഭാരതിയുടെ കവിത ടൂട്ടാ പഹിയയിലെ വരികളാണിവ. ദുരൂഹ ചക്രവ്യൂഹത്തിൽ അഭിമന്യു അകപ്പെടുന്നു. അക്ഷൗഹിണി സൈന്യം അയാളെ വളയുന്നു. യുദ്ധക്കളത്തിൽ നിരായുധനായി നിൽക്കുന്ന യോദ്ധാവിനോട് യുദ്ധം ചെയ്യുന്നത് അധാർമികമാണ്. പക്ഷേ ഇവിടെ ഈ നിയമങ്ങളെല്ലാം മറിയുമായിരുന്നിട്ടും ഈ നിയമങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും എല്ലാ മഹാരഥന്മാരും ഒരുമിച്ച് അഭിമന്യുവിനോട് യുദ്ധം ചെയ്യുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയും ഇങ്ങനെയാണ്. ഭരണവർഗം തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇതിനെതിരായി ശബ്ദമുയർത്തുന്ന ചൂഷിതരായ ജനങ്ങളെ അവർ ചവിട്ടിമതിക്കുന്നു. ഭരണവർഗം തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തേത്. തബ് മേം രഥ് കാ ടൂട്ടാ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. इन पंक्तियों में चर्चित पौराणिक संदर्भ വർത്തമാൻ പരിവേഷ് മേ കഹാം തക്ക് പ്രാസംഗിക് ഹേ. ഈ വരികളിൽ പറയുന്ന പൗരാണിക സന്ദർഭം ഇന്നത്തെ ചുറ്റുപാടിൽ എത്രമാത്രം പ്രസക്തമാണ്. അപ്പോൾ യേ ഹിന്ദി കെ പ്രമുഖ കവി ധർമ്മവീർ ഭാരതി की कविता टूटा पहिया से ली गई पंक्तियां है. इसमें टूटा पहिया कहता है कि मुझे टूटा हुआ पहिया समझकर मत फेंकना. कुरुक्षेत्र में महारथियों के ब्रह्मास्त्रों से लोहा लेने के लिए वीर अभिमन्यु ने आखिर मेरा सहारा लिया था. शासक वर्ग अपने अधिकार और शक्ति से आम जनता की आवाज़ और ज़रूरतों को कुचल देते वक्त मानव मूल्यों की सहायता से हम इस शोषण से
बच पाए। आज भी शासक वर्ग असहायों की पुकार नहीं सुनता है। इस अवसर पर मानव मूल्य ही ആം ആദ്മിക്ക് കാം ആത്താ ഹെ. ഇനി ഇതിൻ്റെ മലയാളം എന്താണെന്ന് നോക്കാം. ഹിന്ദിയിലെ പ്രസിദ്ധനായ കവി ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ പഹിയ കവിതയിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണിവ. ഇതിൽ പൊട്ടിയതാണ് എന്ന് കരുതി നാം അതിനെ എറിഞ്ഞു കളയരുതെന്ന് പൊട്ടിയ രഥചക്രം പറയുന്നു. കുരുക്ഷേത്രത്തിൽ മഹാരഥികളുടെ ബ്രഹ്മാസ്ത്രങ്ങളോട് എതിർത്തു നിൽക്കാൻ അഭിമന്യു അവസാനം എന്നെയാണ് ഉപയോഗിച്ചത്. ഭരണവർഗം തങ്ങളുടെ അധികാരവും ശക്തിയും കൊണ്ട് സാധാരണ ജനങ്ങളുടെ ശബ്ദത്തെയും ആവശ്യങ്ങളെയും ചവിട്ടിമെതിക്കുമ്പോൾ മാനുഷിക മൂല്യങ്ങളുടെ സഹായത്താൽ നമുക്ക് ആ ചൂഷണത്തിൽ നിന്നും രക്ഷപ്പെടാം. ഇന്നും ഭരണവർഗം നിസ്സഹായരുടെ രോദനം കേൾക്കുന്നില്ല. ഈ അവസരത്തിൽ മാനുഷിക മൂല്യങ്ങൾ തന്നെയാണ് സാധാരണ മനുഷ്യന് പ്രയോജനപ്പെടുന്നത്. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി എന്താണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് നോക്കാം. ഇതിഹാസോം കി സാമൂഹിക് ഗതി सहसा झूठी पट जाने पर क्या जाने, सच्चाई टूटे हुए पहियों का आश्रय ले. इन पंक्तियों से कवि क्या बताना चाहते हैं? ഈ വരികളിലൂടെ കവി എന്തു പറയാനാണ് ആഗ്രഹിക്കുന്നത്? हिंदी के प्रमुख कवि धर्मवीर भारती की कविता है टूटा पहिया. चक्रव्यूह में फंसे अभिमन्यु पर सभी महारथी टूटे पड़े. निशास्त्र और अकेले अभिमन्यु की आवाज़ को महारथियों ने ब्रह्मास्त्रों से कुचल दिया. तब अभिमन्यु ने रथ के टूटे पहिए से उन ब्रह्मास्त्रों से लोहा लिया. उन लोगों ने युद्ध की धार्मिकता भूलकर ऐसा किया था. इसी प्रकार मानव संस्कृति के इतिहास की सामूहिक गति जब एकाएक झूठी पड़ जाती है तब सच्चाई को शायद मानव मूल्य रूपी टूटे पहिए का सहारा लेना पड़ता है. समाज में शोषण और असमत्व बढ़ते वक्त आम जनता को മാനവ് മൂല്യവും കാ സഹാര ലേന പട്ടാഹെ. ഇതിന് അതിൻ്റെ മലയാള സാരാംശം എന്താണെന്ന് നോക്കാം. ഹിന്ദിയിലെ പ്രസിദ്ധ കവി ധർമ്മവീർ ഭാരതിയുടെ കവിതയാണ് ടൂട്ടാ पहिയ. ചക്രവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവിനെ എല്ലാ മഹാരഥികളും ചേർന്ന് ആക്രമിച്ചു. നിരായുധനും ഏകാകിയുമായ അഭിമന്യുവിൻ്റെ ശബ്ദം മഹാരഥന്മാർ അവരുടെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ചവിട്ടി മെതിച്ചു. അപ്പോൾ അഭിമന്യു രഥത്തിൻ്റെ തകർന്ന ചക്രം കൊണ്ട് ആ ബ്രഹ്മാസ്ത്രങ്ങളെ നേരിട്ടു. യുദ്ധത്തിൻ്റെ എല്ലാ ധാർമ്മികതയും മറന്നിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തത്. മനുഷ്യ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൽ സാമൂഹിക ഗതി പെട്ടെന്ന് തെറ്റായി മാറുമ്പോൾ സത്യത്തിന് മാനുഷിക മൂല്യങ്ങളാകുന്ന തകർന്ന ചക്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. സമൂഹത്തിൽ ചൂഷണവും അസമത്വവും വർദ്ധിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് മാനുഷിക മൂല്യങ്ങളുടെ സഹായം തേടേണ്ടി വരുന്നു. അപ്പോൾ മൂന്നാമത്തെ ചോദ്യോത്തരം കഴിഞ്ഞു. ഇനി എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് നോക്കാം നമുക്ക്. കവിത के प्रतीकों को चुनकर गंभे में लिखे. वर्तमान परिवेश में ये प्रतीक किनके प्रतिनिधित्व करते होंगे? यह भी लिखे. കവിതയിലെ പ്രതീകങ്ങളെ തിരഞ്ഞെടുത്ത് ചതുരത്തിൽ എഴുതാം. ഇന്നത്തെ ചുറ്റുപാടിൽ ഈ പ്രതീകങ്ങൾ എന്തിനെയെല്ലാം പ്രതിനിധീകരിക്കുന്നു? അത് ഇവിടെ എഴുതാം. ആദ്യമായിട്ടുള്ള പ്രതീകം ടൂട്ടാ पहिയ. അതിൻ്റെ പ്രതിനിധിത്വം എന്താണെന്ന് നോക്കാം. ടൂട്ടാ पहिയ മാനവ് മൂല്യ. ഇനി അഭിമന്യു ആം ജനത. അഭിമന്യു ആം ജനത. അടുത്തത് ചക്രവ്യൂഹ് എന്താണ്? ശോഷൺ. ചക്രവ്യൂഹ് ശോഷൺ. മഹാരഥി ശാസക് വർഗ്. ശാസക് വർഗ് എന്ന് പറഞ്ഞാൽ
ഭരണവർഗം. ശോഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂല്യ ശോഷണം. ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ ശോഷൺ. ടൂട്ടാപഹ്യ നിങ്ങൾക്കറിയാം. ടൂട്ടാപഹ്യ പൊട്ടിയ ചക്രം. അഭിമന്യുവാണ് ഇതിൽ യുദ്ധം ചെയ്യുന്നത്. ഒരു സത്യത്തിൻ്റെ പ്രതീകമാണ് ഇതിൽ അഭിമന്യു. ആം ജനത ഒരു സത്യസന്ധതയെ പ്രതിനിധീകരിക്കുന്നു. ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇനി അടുത്തത് 5ാമത്തേതാണ്. അതെന്താണ്? ടൂട്ടാപഹ്യ കവിത പർ ടിപ്പണി ലിഖേ. ടൂട്ടാപഹ്യ കവിതയുടെ ഒരു ആസ്വാദനക്കുറിപ്പ്. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എഴുതിത്തരാം. ഹിന്ദി കെ പ്രമുഖ കവി धर्मवीर भारती की एक छोटी कविता है टूटा पहिया. इसमें अभिमन्यु और टूटे पहिए के प्रतीक से कवि मानव मूल्यों की प्रधानता हमें समझाते हैं. रथ का टूटा पहिया कहता है कि मैं रथ का टूटा पहिया हूँ, लेकिन अनुपयोगी समझकर मुझे मत फेंकना. जीवन की विषमताएं रूपी चक्रव्यूह में शोषण की अक्षौहिणी सेनाओं को चुनौती देता हुआ कोई शोषित मनुष्य अभिमन्यु के समान आ जाए तो मैं टूटा हुआ पहिया उसका सहारा हो जाऊं. कुरुक्षेत्र युद्ध में अर्जुन पुत्र अभिमन्यु कौरवों से रचित चक्रव्यूह में फंस गया. लड़ते लड़ते वह निरायुध हो गया. आखिर उसने टूटे रथ चक्र का सहारा लिया था. निरायुध से लड़ना युद्ध की धार्मिकता के विरुद्ध है. अपने मार्ग को असत्य जानते हुए भी महारथी अभिमन्यु पर टूट पड़े. शासक वर्ग अपने अधिकार और शक्ति से असह्यों की आवाज़ को कुचल देना चाहता है. तब आम जनता को मानव मूल्य रूपी टूटे पहिए का सहारा लेना पड़ता है. यहाँ कवि ने कई बिंबों और प्रतीकों से कविता रचना की है. आज के समाज के शोषित जन को शोषण के विरुद्ध आवाज़ उठाने का आह्वान भी इसमें है. संकट में पड़े मनुष्य की मौके पर रक्षा करने को समर्थ मानव मूल्य चक्रव्यूह में फंसे अभिमन्यु के हाथ के टूटे पहिए के समान है. मानव मूल्यों की शक्ति सरल भाषा में കവിനെ വ്യക്ത് കി ഗയി ഹെ. ഇതിന് അതിൻ്റെ മലയാളം എന്താണെന്ന് ചുരുക്കി പറയാം. ഹിന്ദിയിലെ പ്രസിദ്ധ കവി ധർമ്മവീർ ഭാരതിയുടെ ഒരു ചെറിയ കവിതയാണ് ടൂട്ടാപഹിയ. അഭിമന്യുവും തകർന്ന ചക്രവും പ്രതീകങ്ങളാക്കി കവി മാനുഷിക മൂല്യങ്ങളുടെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. തകർന്ന രഥചക്രം പറയുന്നു, ഞാൻ രഥത്തിൻ്റെ തകർന്ന ചക്രമാണ്, പക്ഷേ ഉപയോഗമില്ലെന്ന് കരുതി എന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? വലിച്ചെറിയരുത്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാകുന്ന ചക്രവ്യൂഹത്തിൽ ചൂഷണത്തിൻ്റെ അക്ഷൗഹിണി സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഏതെങ്കിലും ചൂഷണം ചെയ്യപ്പെട്ട ആൾ അഭിമന്യുവിനെ പോലെ വന്നാൽ തകർന്ന ചക്രമായ ഞാൻ അയാൾക്ക് സഹായകമായി തീരാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനപുത്രനായ അഭിമന്യു കൗരവർ രചിച്ച ചക്രവ്യൂഹത്തിൽ കുരുങ്ങിപ്പോയി. യുദ്ധം നടക്കവേ അഭിമന്യു നിരായുധനായി. അപ്പോൾ തകർന്ന ചക്രത്തെ അഭിമന്യു ആശ്രയിച്ചു. നിരായുധനോട് പോരാടുന്നത് യുദ്ധത്തിൻ്റെ ധാർമ്മികതയല്ല, തങ്ങളുടെ മാർഗം അസത്യമാണെന്ന് അറിഞ്ഞിരുന്നിട്ടും മഹാരഥന്മാർ അഭിമന്യുവിനെന്തു ചെയ്തു? അവർ ആക്രമിച്ചു. ഭരണവർഗം തങ്ങളുടെ അധികാരവും ശക്തിയും കൊണ്ട് നിസ്സഹായരായ ശബ്ദത്തെ എന്തു ചെയ്യുന്നു? അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് മാനുഷിക മൂല്യങ്ങളാകുന്ന തകർന്ന ചക്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇവിടെ കവി ധാരാളം ബിംബങ്ങളും പ്രതീകങ്ങളും കൊണ്ട് കവിത രചിച്ചിരിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിലെ ചൂഷിതവർഗം ചൂഷണത്തിനെതിരായി ശബ്ദമുയർത്തണമെന്നുള്ള ആഹ്വാനവും ഇതിലുണ്ട്.
പ്രതിസന്ധിയിലാകുന്ന മനുഷ്യരെ ശരിയായ സമയത്ത് രക്ഷിക്കാൻ കഴിവുള്ള മാനുഷിക മൂല്യങ്ങൾ ചക്രവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവിൻ്റെ കയ്യിലെ തകർന്ന രഥചക്രത്തിന് തുല്യമാണ്. മാനുഷിക മൂല്യങ്ങളുടെ ശക്തി ലളിതമായ ഭാഷയിൽ കവി എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി കുറച്ച് ചെറിയ ചോദ്യോത്തരങ്ങൾ എളുപ്പത്തിൽ പഠിക്കാവുന്നവയാണ് ഇവ. എന്താണെന്ന് നോക്കാം. धर्मवीर भारती की कविता है टूटा पहिया. इसमें कवि हमें समाज की बुराइयों को विरुद्ध लड़ने की പ്രേരണ देते हैं. എന്താണ്? ധർമ്മവീർ ഭാരതിയുടെ ഒരു ചെറിയ കവിതയാണ് ടൂട്ടാ പഹിയ. ഇതിൽ കവി എന്താണ്? സമൂഹത്തിൽ നിൽക്കുന്ന തിന്മകൾക്ക് വിരുദ്ധമായി യുദ്ധം ചെയ്യാൻ വേണ്ടി നമ്മളോട് കവി പറയുകയാണ്. ഇനി അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. വഹ് അകേലി നിഹത്തി ആവാസ് കിസ്കി ഹേ. ഒറ്റപ്പെട്ട ആ നിരായുധ ശബ്ദം ആരുടേതായിരുന്നു? അഭിമന്യു കി. അഭിമന്യു കി. ഇനി രണ്ടാമത്തേതെന്താണ്? ടൂട്ടാ പഹിയ കിസ്കാ പ്രതീക്. ടൂട്ടാ പഹിയ കിസ്കാ പ്രതീക്. ടൂട്ടാ പഹിയ എന്തിൻ്റെ പ്രതീകമാണ്? ടൂട്ടാ പഹിയ എന്തിൻ്റെ പ്രതീകമാണ്? മാനവ് മൂല്യ കാ. മാനവ് മൂല്യ കാ പ്രതീക് ഹേ. ഇനി മൂന്നാമത്തേത് ലേക്കിൻ മുझे फेंको मत. യഹ് കിസ്കി പ്രാർത്ഥന ഹേ. ഇത് ആരുടെ അപേക്ഷയാണ്? ടൂട്ടെ പഹിയേക്ക്. ടൂട്ടെ പഹിയേക്ക്. പൊട്ടിയ ചക്രത്തിൻ്റെ അപേക്ഷയാണ് ഇത്. എന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? വലിച്ചെറിയരുത്. 4. അഭിമന്യു കിസ്കോ ചുനൗത്തി ദേ രഹാത്ത. അഭിമന്യു ആരെയാണ് വെല്ലുവിളിച്ചു കൊണ്ടിരുന്നത്? അഭിമന്യു അക്ഷൗഹിണി സേനാവോങ്കോ ചുനൗത്തി ദേ രഹാത്ത. ആരാണ്? അഭിമന്യു അക്ഷൗഹിണി സേനാവോങ്കോ ചുനൗത്തി ദേ രഹാത്ത. ഇനി അഞ്ചാമത്തത് ടൂട്ടാ പഹിയ കവിതാമേ ചക്രവ്യൂഹ് കിസ്കാ പ്രതീക് ഹേ. ടൂട്ടാ പഹിയ കവിതാമേ ചക്രവ്യൂഹ് കിസ്കാ പ്രതീക് ഹേ. ഈ കവിതയിൽ ചക്രവ്യൂഹം എന്തിൻ്റെ പ്രതീകമാണ്? ജീവൻ കി വിഷമതാവും കാ പ്രതീക് ഹേ. ജീവിതത്തിൻ്റെ വിഷമതയെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. ജീവൻ കാ വിഷമതാവും കാ പ്രതീക് ഹേ. ബ്രഹ്മാസ്ത്ര കിസ്കാ പ്രതീക് ഹേ. ബ്രഹ്മാസ്ത്രം എന്തിൻ്റെ പ്രതീകമാണ്? ആറാമത്തെ ചോദ്യമാണ്. ബ്രഹ്മാസ്ത്ര കിസ്കാ പ്രതീക് ഹേ. ശാസക് വർഗ് ദ്വാര ശക്തി ഔർ അധികാർ ക്വാ ദുരുപयोग. ശാസക് വർഗ് ദ്വാര ശക്തി ഔർ അധികാർ ക്വാ ദുരുപयोग. എന്താണ്? ഭരണവർഗത്തിൻ്റെയും അതുപോലെ തന്നെ ശക്തിയും അധികാരവും ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ് എന്ത്? ബ്രഹ്മാസ്ത്രം. അഭിമന്യു ഔർ മഹാരഥി കിൻ കിൻ കെ പ്രതീക്. അഭിമന്യുവും മഹാരഥന്മാരും എന്തിൻ്റെയൊക്കെ പ്രതീകങ്ങളാണ്? അഭിമന്യുവും മഹാരഥന്മാരും എന്തിൻ്റെയൊക്കെ പ്രതീകങ്ങളാണ്? അഭിമന്യു ശോഷൺ കെ शिकार का और महारथी शासक वर्ग प्रतीक है. अभिमन्यु शोषण के शिकार का और महारथी शासक वर्ग का प्रतीक है. 8. സച്ചായി കിസ്കി ആശ്രയിലെത്തി ഹേ. സത്യം എന്തിനെയാണ് ആശ്രയിക്കുന്നത്? സച്ചായി ടൂട്ടേ ഹുയെ पहियों का आश्रय लेती है. टूटे हुए पहियों का आश्रय लेती है. बड़े बड़े महारथी क्या करना चाहते हैं? बड़े बड़े महारथी क्या करना चाहते हैं? വലിയ വലിയ മഹാരഥന്മാർ എന്തു ചെയ്യാനാണ് ആഗ്രഹിച്ചിരുന്നത്? बड़े बड़े महारथी अकेली निहत्ती आवास को निरायुध अभिमन्यु को अपने ब्रह्मास्त्रों से कुचल देना चाहते थे. ഇനി പത്താമത്തേത് ടൂട്ടാ പഹിയ കവിത की പ്രാസംഗികതാ पर ടിപ്പണി ലിഖേ. ടൂട്ടാ പഹിയ കവിതയുടെ പ്രസക്തിയെക്കുറിച്ച് ഒരു കുറിപ്പെഴുതാം. हिंदी के प्रसिद्ध कवि धर्मवीर भारती की एक कविता है टूटा पहिया. प्रस्तुत कविता में रथ का टूटा हुआ पहिया हमें बताता है कि उसे बेकार समझकर मत फेंकना. दुरूह चक्रव्यूह रचकर कुरुक्षेत्र की युद्ध भूमि में महारथियों को लड़ने के लिए तैयार होते देखकर उन्हें चुनौती देता हुआ अभिमन्यु आगे आया. इसी प्रकार
हो सकता है कि हमारे समाज में अधर्म की अक्षौहिणी सेनाओं से लड़ने के लिए सच्चाई के मार्ग पर चलने वाला कोई नौजवान आए। ज़रूरत के अवसर पर अभिमन्यु टूटे पहिए का सहारा लेता है। उसी प्रकार सच्चाई की स्थापना के लिए हमारे सामने जो भी चीज़ आ जाएगी उसे बेकार मत समझना। आज के समाज के शोषित जन को शोषण के विरुद्ध आवाज़ उठाने का ആഹ്വാൻ भी इसमें है. ഇനി അടുത്തത് ചെറിയൊരു വ്യാകരണമാണ്. അത് എന്താണ് ആദ്യമായിട്ട് പഠിക്കുന്നത്? ഭവിഷ്യത് കാൽ. എന്താണ് ഭവിഷ്യത് കാലത്തിൻ്റെ മലയാളം? ഭാവി കാലം. ഇനി വരാനുള്ള കാലത്തെ സൂചിപ്പിക്കുന്ന എന്നാണ് എന്ത്? ഭവിഷ്യത് കാൽ. ഇനി വരാനുള്ള കാലത്തെ സൂചിപ്പിക്കുന്ന ക്രിയാരൂപമാണ് ഭവിഷ്യത് കാൽ. ഇത് എത്ര തരത്തിലുണ്ട്? 2 വിധമുണ്ട്. ഒന്നാമത്തേത് സാമാന്യ ഭവിഷ്യത് കാൽ, രണ്ടാമത്തേത് സംഭാവ്യ ഭവിഷ്യത് കാൽ. സാമാന്യ ഭവിഷ്യത് കാൽ എന്താണ്? ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങളെപ്പറ്റി സൂചിപ്പിക്കുന്ന ക്രിയാധാതുവിനോടുകൂടി ഏകായുടെ വിവിധ രൂപങ്ങൾ ചേർത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? സാമാന്യ ഭവിഷ്യത് കാലമുണ്ടാക്കുന്നത്. ഇത് ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ക്രിയാധാതുവിൻ്റെ കൂടെ എന്തൊക്കെയാണ് ചേർക്കുന്നത്? ഇവിടെ ചേർത്തിട്ടുള്ളത് നോക്കാം. ഉദാഹരണം ജൈസെ മേ ജാവൂങ്ക. എന്താണ്? ഏകായുടെ വിവിധ രൂപങ്ങളാണ് ചേർത്തിരിക്കുന്നത്. മേം ജാവൂങ്ക, ഞാൻ പോകും. ഇനി തും ലിഖോഗെ, തും ലിഖോഗെ, നിങ്ങൾ എഴുതും. അവൻ വരും. വഹ് ആയേഗ, വഹ് ആയേഗ. അവർ വരും. അവർ പാടും. എങ്ങനെയാ? വേ ഗായേങ്കെ, വേ ഗായേങ്കെ. ഇനി രണ്ടാമത്തേത് എന്താണ്? സംഭാവ്യ ഭവിഷ്യത് കാൽ. എങ്ങനെയാണ് സംഭാവ്യ ഭവിഷ്യത് കാലം ഉണ്ടാക്കുക? സാമാന്യ ഭവിഷ്യത് കാൽ ക്രിയയിൽ നിന്ന് നമ്മൾ ചേർത്തിരിക്കുന്നത് എന്താണ്? ഗ ഗേ ഗി ചേർത്തിട്ടുണ്ട്. ആ ഗ ഗേ ഗി ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? സംഭാവ്യ ഭവിഷ്യത് കാലം കിട്ടും. ഇതെന്തിനു സൂചിപ്പിക്കുന്നു? അനുവാദം, ആജ്ഞ, സംശയം, ആശീർവാദം ഇവ സൂചിപ്പിക്കുന്ന ക്രിയാരൂപമാണ്. ഈ ക്രിയാരൂപത്തിലാണ് ഇവ സൂചിപ്പിക്കുന്നത്. ഉദാഹരണം എന്താണ്? ക്യാ മേം അന്തർ ആവും, ക്യാ മേം അന്തറാവും. ഞാൻ അകത്തേക്ക് വരട്ടെ. ഒരു ചോദ്യമാണ്. ക്യാ മേം അന്തറാവും. ഇനിയോ? ഭഗവാൻ തുമാരി രക്ഷാക്കരേ, ഭഗവാൻ തുമാരി രക്ഷാക്കരേ. എന്താണ്? ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ഇനിയോ? രാജു ആജ് ഹി ആയേ, രാജു ഇന്ന് വരുമായിരിക്കും, രാജു ഇന്ന് വരുമായിരിക്കും. ഇത്രയാണ് പ്രിയ കൂട്ടുകാരെ നമുക്ക് ടൂട്ടാ പഹ്യ എന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ചോദ്യോത്തരങ്ങൾ. ഇനി പരീക്ഷയ്ക്ക് ഏത് രീതിയിലാണ് വരിക എന്നുള്ളത് ആ പരീക്ഷാ സമയത്ത് എത്ര പാഠഭാഗമാണോ നമുക്ക് വേണ്ടത് ആ പാഠഭാഗത്തിൽ കൂടി ഒരു ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ മാതൃകയും ഞങ്ങൾ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്നാണ് ഈ ടൂട്ടാ പഹ്യ എന്ന പാഠഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.